തലശ്ശേരിയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ കണ്ണൂർ റോഡിന് പോയിട്ടുണ്ടെങ്കിൽ മുഴുപ്പിലങ്ങാട് നിന്ന് ഒരു ചെറിയ കട്ട് റോഡ് ബീച്ചിലേക്കുള്ള അവിടെ ഈ അടുത്ത നാളുകളിൽ ഒരുപാട് ഒരു ബീച്ചിലേക്കുള്ള ഈ അടുത്ത നാളുകളിലായിട്ട് അവിടെ ബീച്ച് വളരെയധികം വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കോടികൾ ചെലവാക്കിയിട്ട് മനോഹരമായ കല്ലിൻ്റെ ടൈലുകളൊക്കെ പതിപ്പിച്ച് നല്ല ഒരു ബീച്ചാണ് അവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് ടൂറിസ്റ്റുകളായിട്ടുള്ളതും തദ്ദേശീയരായിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെ വന്നു പോകുന്നുണ്ട്. ഒരു ശാന്തമായിട്ടൊരു കടൽ തീരമാണ്. പിന്നെ അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തീരത്തിൽ കൂടി കാറ് ഓടിക്കാം. കാർ റേസിംഗ് ഉണ്ട്. കാറ് അവിടെ ആ തീരത്തിൽ കൂടി അല്ലെങ്കിൽ തിരയിൽ കൂടി ഓടിക്കാൻ അവിടെ അലൗഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെ എത്തുന്നുണ്ട്. ശനി ഞായറൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടലുണ്ട്. ഇപ്പം ഞാൻ പോയ സമയത്ത് അത് ഇടദിവസമായതുകൊണ്ട് വലിയ ആളൊന്നുമില്ല. പക്ഷേ നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാനും നേരെ പോക്കാനും അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഒരു നല്ലൊരു ബീച്ച് തന്നെയാണ് ഈ അടുത്ത കാലത്ത് രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം വരാത്ത ആളുകളൊക്കെ അങ്ങോട്ടൊന്ന് വന്ന് നോക്കുക. തലശ്ശേരിയിൽ നിന്നൊരു 8 കിലോമീറ്റർ ഉള്ളൂ മുഴുപ്പിലങ്ങാട് നിന്ന് നേരിട്ട് ബീച്ചിലേക്കുള്ള റോഡുണ്ട്. ചെറിയ കട്ട് റോഡാണ്. റോഡ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു നല്ലൊരു ഇടം തന്നെയാണ്. നേരം പോക്കിനും അല്ലെങ്കിൽ നമ്മുടെ സെറ്റിയായിട്ടുള്ള നമ്മുടെ സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ട ദിനങ്ങളിലൊക്കെ സുഹൃത്തുക്കളായിട്ടൊക്കെ വന്നിരിക്കാനും ഉല്ലസിക്കാനും അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിച്ചുറപ്പിക്കാനൊക്കെ പറ്റി ശാന്തമായിട്ടുള്ളൊരു ഇടമാണ്. അപ്പം വരാത്തവർക്കൊന്ന് വന്ന് നോക്കുക. ഓക്കെ. നമ്മൾ 2 ആളുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്. കുറേ നേരം ഇവിടെ ചിലവഴിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ മടങ്ങുകയാണ്. അപ്പോൾ വൈകുന്നേരമായി ആളുകളൊക്കെ വന്ന് തുടങ്ങിയ സമയത്ത് നമ്മൾ മടങ്ങുകയാണ്. നമ്മൾ നേരത്തെ പോയി ഇങ്ങോട്ട് കുറേ ദൂരം പോരാനുള്ളത് കൊണ്ട്, കോഴിക്കോട് നിന്ന് പോയതുകൊണ്ട് കുറേ ദൂരം ഇങ്ങോട്ട് റിട്ടേൺ വരാനുള്ളത് കൊണ്ട് നമ്മൾ മടങ്ങി വരികയാണ്.